കൂടുതലാ, എല്ലാം കൂടുതലാന്ന് തോന്നുന്നു. കുറേ ദിവസമായിട്ട് എന്നോട് പിണങ്ങി കിടക്കണ ഒരാൾ ഇതാ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്. അപ്പൊ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തതുമായിട്ടൊരു ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ അല്ല, അതിന് വേണ്ടിയിട്ട് എന്തായാലും എന്താ പച്ചരിയാണ് എടുത്തേക്കണം കേട്ടോ. ഇതെനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാല്, ശരിക്കും പറഞ്ഞാല് എൻ്റെ അമ്മ അമ്മക്ക് അധികം വാട്സപ്പ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. ഉപയോഗിക്കാന്ന് വെച്ചാല് ഇങ്ങനെ സെൻഡ് ചെയ്യാനൊന്നും അറിയില്ല വീഡിയോസൊക്കെ. അപ്പൊ എനിക്ക് ഒരു പെട്ടെന്നുണ്ട്, പിന്നെ ഒരു 2 ദിവസം മുന്നേ ഉണ്ട് അമ്മ ഉണ്ട് ഇങ്ങനെ വാട്സപ്പിൽ ഒരു വീഡിയോ ഇട്ട് തന്നു. അതിനകത്ത് കണ്ടതാണ് ഈ ഒരു ദോശ കേട്ടാ. പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കുറെ കെമിക്കൽ സാധനങ്ങളൊന്നും അങ്ങനെ ചേർക്കുന്നില്ല, അല്ലാണ്ട് അങ്ങനെ കിട്ടുന്ന ഒരു ദോശയാണ്. അപ്പം ഇത് ശരിയാവുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും പച്ചരി ആദ്യം വെള്ളത്തിലിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിനകത്ത് ഒരു നാഴി പച്ചരി ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. ഏകദേശം ഒരു സന്ധ്യയോട് കൂടി അരച്ചെടുക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അന്നേരം നമുക്ക് കാണിക്കാം അല്ലേ. അപ്പം എന്തായാലും കണ്ണൂരൊന്ന് പോകാനുണ്ടായിരുന്നു ഇന്ന്. അപ്പം കണ്ണൂർ പോയി വന്ന ആ സമയത്താണ് ഞാൻ ചെയ്ത് ഉച്ചയ്ക്ക് തന്നെ ഇടണമല്ലോ. ഇതിപ്പോൾ ഒരു 2:30 മണിയൊക്കെ ആയ സമയത്ത് ഇട്ടാ കേട്ടോ. ഉച്ചക്ക് ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു 7 മണി അല്ലെങ്കിൽ 6:30 ആ സമയത്ത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇട്ടത്. പോയി വന്നിട്ട് പിന്നെ ഡ്രസ് ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല, അതേ ഒരു ഇതിനകത്ത് തന്നെ അങ്ങോട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഒന്ന് പാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ റേഷൻ അരി ആയതുകൊണ്ട് റേഷൻ പച്ചരിയാണ്. അപ്പോൾ എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പാറ്റി എടുക്കും കേട്ടോ. വലിയ പാറ്റാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പാറ്റാന അങ്ങനെ എന്തോ പറയുമല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ ചേറ്റലാന്ന് തോന്നുന്നല്ലേ, ശരിക്കും ചേറ്റലാന്ന് തോന്നിട്ടാ. ഇപ്പം ഇങ്ങനെ പറഞ്ഞ് പാറ്റലായി. അപ്പം അങ്ങനെ ഒന്ന് വൃത്തിന് വെള്ളത്തിലെടുത്ത. ഇതിന് ശരിക്ക് പച്ചരിയും മാത്രമാണ് കേട്ടോ ഇപ്പോൾ വെള്ളത്തിലിടുന്നത്. ഞങ്ങൾ സാധാരണ വേറൊരു ദോശ ആക്കലുണ്ട്, നമ്മളെ കണ്ണൂർക്കാരെ സ്പെഷ്യൽ ദോശ. അത് പച്ചരിയും ചോറും മാത്രം കൂട്ടിയിട്ടൊരു ദോശ കേട്ടോ. അപ്പം ഞാനിതൊന്ന് 2-3 വട്ടം കഴുകിയിട്ടാണ് കേട്ടോ അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിക്കണത്. അപ്പം ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നല്ലോണം കുതിർന്നിട്ട് അരക്കാം. ശരിക്കും എനിക്ക് ഈ ദോശനെ കുറിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളയപ്പം സ്റ്റൈൽ ദോശയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും അതവിടെ കിടന്ന് എനിക്ക് കുതിർന്ന് വരട്ടെ. ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവയെ കൂടെ എന്തെല്ലോ പണിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. സന്ധ്യയോടെ എടുത്തിട്ട് 6:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം കുറേ ഇനി അങ്ങോട്ട് വൈകിയാൽ ചിലപ്പോൾ കാറ്റ് മഴയൊക്കെ പിടിച്ച് ഇവിടെ കറണ്ട് എവിടെയെങ്കിലും ഒരു കാറ്റടിച്ചാൽ അപ്പം കറണ്ട് പോകും. അങ്ങനെ ഒരു സൂക്കേടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുളം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അരി പച്ചരി കഴുകിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചോറ് ലേശം കൂട്ടണം എന്നാണ് പറഞ്ഞത്. അവർ ഒരു 3 കപ്പ് അരിക്കൊക്കെ 1 കപ്പ് ചോറൊക്കെ കൂട്ടുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. 3 കപ്പ് അരിക്കൊക്കെ അവർ ചോറ് 1 ഗ്ലാസ് അരിക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിന് ഇത്രയും അരിയല്ലേ, ആ ഒരു കാസർ അരിയാണ്, അതിന് ഒരു ലേശം അരി എന്തായാലും ഒരു ഇച്ചിരി ചോറ് എന്തായാലും സുമാർ കൂട്ടുന്നുണ്ട്. നോക്കി നോക്കാം. ഞാൻ ഇത്രയും അരിക്ക് ഇത്രയും ചോറ് ഇടുന്നുണ്ട് കേട്ടോ. എനിക്കറിയില്ല ഇത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. കൂടിയെന്നാ തോന്നണതല്ലേ, കുറച്ചെന്തായാലും എടുക്കാൻ തോന്നുന്നു. കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര ഇട്ടിട്ടുണ്ട് കേട്ടാ. ദൈവമേ, രാവിലത്തെ പരിപാടിയാണ്. ദോശ എങ്ങനെ കൊളായാലും രാവിലത്തേക്ക് പറഞ്ഞ പോലെ എന്തെങ്കിലും കൊളായി കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും തൽക്കാലം അവിലൊക്കെ ഇരിപ്പുണ്ട്, അവിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ രാവിലെ ഇത് കൊളായാലും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇവനോട്, ചിലപ്പോൾ ഒരു പരീക്ഷ നടത്തുന്നതാണ്, വിജയിച്ചില്ലെങ്കിൽ കൂടെ നിന്നേക്കണമെന്ന്. നേരത്തെ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കില്ലേ, അതുപോലെയാണ്. അങ്ങനെ എടുത്തിട്ടുണ്ട്, നോക്കാം. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അതിനകത്തോട്ട് വെട്ടം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം തന്നെ വെട്ടമൊക്കെ പോയി. അപ്പം ഇതും ഒരു പ്രത്യേക അളവൊന്നും ഇല്ല, ഇതങ്ങോട്ട് ഇടണേ. കാര്യപ്പെട്ട അളവൊന്നും ഇല്ല, ഇങ്ങനെ ഇടയാണ്. പ്രത്യേകിച്ചൊരളവൊന്നുമില്ല. തേങ്ങയല്ലേ, എന്തായാലും കിടക്കട്ടെ. കൂടുതലാ, എല്ലാം കൂടുതലാന്ന് തോന്നുന്നു. ഇത് ഞാൻ കുറച്ച് പകർത്തുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, എൻ്റെ മിക്സിയിലില്ലേ ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് മിക്സിക്ക്. അപ്പോൾ പകുതി ഇറക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ആദ്യം അരച്ചിട്ട് കുറച്ച് ഇറക്കാം. കാരണം മിക്സി അത്ര അങ്ങോട്ട് നല്ലതല്ല, ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം ഇത് നല്ലോണം അരയണം എന്നാണ് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ. നല്ല വെണ്ണ പോലെ അരഞ്ഞാലേ ഇത് നല്ല പൊന്തി വരുള്ള സോഫ്റ്റിലൊക്കെ വരുന്ന പറഞ്ഞേക്കണം. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞേക്കണം എന്ന് പറയണം കേട്ടോ. കാരണം എൻ്റെതായ സൃഷ്ടിയല്ലല്ലോ. അപ്പം നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിനകത്ത് അരിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി ജാർ മാറ്റും കേട്ടോ. ചെറിയ ജാറുണ്ട്, ആ ജാറിലിട്ടിട്ട് കരക്കുക. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇതിനകത്ത് എന്തായാലും ഉണ്ടാവും.
അപ്പോൾ ഇതിലൊന്ന് അരച്ച് നോക്കാം. വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഇനി അരച്ചെടുക്കും. മിക്സി കാണാൻ നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇപ്പോഴായി പിന്നെ കുറച്ച് പണി തരുന്നുണ്ട്. ചിലപ്പോൾ അടിയിലൊക്കെ കുറച്ച് നക്കടി. അപ്പോൾ നമ്മൾ 1ാം ട്രിപ്പ് ഇവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാ അരച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2ാം ട്രിപ്പ് ഇടട്ടെ. സത്യത്തിൽ ഈ ദോശക്ക് അരക്കണത് മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ കേട്ടോ. എന്താണ് നാളെ കറിയാക്കട്ടെ എന്നുള്ളൊരു തീരുമാനമായിട്ടില്ല. അപ്പോൾ ദോശ വിജയിച്ചെങ്കിൽ മാത്രമേ നമ്മൾ കറിനെ കുറിച്ച് ആലോചിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാൻ അപ്പെങ്കിലും പുഴുങ്ങിയിട്ട് ഞാൻ എൻ്റെ പരിപാടി നോക്കും. ഇതിനെന്തായാലും നഷ്ടപ്പെടുത്തൊന്നുമില്ല. അപ്പം പുഴുങ്ങലും നല്ല പരിപാടിയല്ലേ, തേങ്ങയൊക്കെ ഇട്ട് അരച്ച് വെല്ലവും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചസാര ആയാലും സൂപ്പറല്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും പ്ലാൻ ആവട്ടെ. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, അരച്ചാൽ മതി. ഇതും കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. വെള്ളം കുറച്ച് അരക്കണം എന്നാണല്ലോ. അപ്പം എന്തായാലും ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെ ആദ്യത്തേൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ 2ാമത്തെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഭംഗിയില്ലാത്ത പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഒരു കോമഡി പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറില്ലേ, എത്ര മുറുക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല അല്ലേ. നമ്മളിങ്ങനെ പിടിച്ച് തന്നെ നിൽക്കും. ഞാനിങ്ങനെ തന്നെ കേട്ടെങ്കിൽ ഇത് ചിലപ്പോൾ വിട്ടു പോകുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെ പിടിച്ച് തന്നെ നിൽക്കും. അത് പരീക്ഷിക്കാൻ പോലും നമുക്ക് കഴിയില്ല, കാരണം ഇത് തീർച്ചയായും പോയിട്ടുണ്ടെങ്കിലല്ല ഇവിടെയൊക്കെ അതാണ് ഏറ്റവും വലിയ വിഷമം. സാധനം പോണതല്ല, ഇതിങ്ങനെ വേസ്റ്റായി പോകും. ഈ വർത്താനം പറയണൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ, വെള്ളം കുറച്ചരച്ചപ്പോഴേ മിക്സിയുടെ സ്വഭാവം എടുക്കാൻ തുടങ്ങി കേട്ടാ. ഇങ്ങനെ കിടന്ന് കരയാനും മൂളാനൊക്കെ തുടങ്ങി. അപ്പം അതിന് ഇത്തിരി ചൂടാറാൻ വേണ്ടിയിട്ട് സമയം കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഞാനൊരു മെജീഷ്യൻ ഒരു സംഭവം ചെയ്തില്ലേ, ഇങ്ങനെ കണ്ടോന്ന് അറിയില്ല എല്ലാവരും. ഈ വായിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ചരട് വെച്ചിട്ട് പറ്റി ഇവിടെ കൊടുക്കാം കേട്ടോ, ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അതെല്ലാവരും എന്നെ മെജീഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യ. അതിൻ്റെ ട്രിക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ സത്യമൊക്കെ പറഞ്ഞിട്ടാ, പക്ഷെ ഞാനിപ്പോൾ സത്യം പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. സത്യം കുറേ ആൾക്കാർക്കൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. കുറേ മുക്കാൽ ആൾക്കാർ സത്യം പറഞ്ഞു, ഇനിയൊന്നും ഞാൻ പറയാനൊന്നും ഇല്ല. അപ്പം എനിക്കത് ഭയങ്കര ഒരു മാജിക്കല്ല, എന്നാലും ചെറിയൊരു സംഭവമായിട്ട് തോന്നിയോണ്ട് അങ്ങനെ എടുത്തിട്ടാ. ഇങ്ങനൊരു കാര്യമല്ലേ, ചൂടാറിയും തോന്നി അടിക്കാം. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല. കമൻസുകൾ ഞാൻ എന്തായാലും വായിക്കുന്നുണ്ട്, കുറേ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ക്ലിയർ കിട്ടുന്നില്ല, സന്ധ്യ ആയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കമൻസുകളും കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും അങ്ങനെ വിട്ടുപോകലൊന്നുമില്ല. എത്ര റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിലും വായിച്ചെന്തായാലും എടുക്കും കേട്ടോ. നമ്മളെ യൂട്യൂബിലൊക്കെ എനിക്ക് വേറൊരു കമൻറ്റൊക്കെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സനീച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, സനീച്ചിനും ഇഷ്ടമാണ്, അതുകൊണ്ട് സനീനും ഇഷ്ടമാണ്. അങ്ങനെ കുറേ പേര് നല്ല നല്ല കമൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, എനിക്ക് ഒത്തിരി ഇഷ്ടം, എനിക്ക് കമൻസ് ഇടുന്ന കമൻസ് ഇടാത്ത എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പം എല്ലാവരോടും താങ്ക്സും പറയണം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ മിക്സ് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. മിക്സി മാറ്റിക്കൂടി സനിന്നൊക്കെ ഇപ്പോൾ കമൻറ്റ് വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പക്ഷേങ്കിൽ മാറ്റേണ്ട സമയമായി. എന്നാലും നമ്മൾ ഓടുന്നത്ര അങ്ങോട്ട് ഓടിക്കണമല്ലോ. നമുക്ക് ഒരാളെ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് റെസ്റ്റ് എടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതിനെ അത്രയും പണിയെടുപ്പിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒന്നും കൂടി പണിയെടുക്കട്ടെ, കുറച്ചും കൂടി പോകും. അപ്പം ചെറിയൊരു മെക്കാനിക്കൽ പരമായിട്ടൊക്കെ ചെയ്തിട്ട് ചെറിയ റിപ്പയറൊക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ്. നോക്കാം, ഒന്നും കൂടി ഓടുമെന്ന് നോക്കട്ടെ. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ ഇല്ലാന്നുണ്ടെങ്കിലും മാറ്റിക്കളയാം അല്ലേ. മാവ് മിക്സി അങ്ങനെ നമ്മൾ 2ാം ട്രിപ്പ് എന്താ അരച്ചിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഞാൻ പറയാമല്ലോ, ഞാൻ ഒരു എപ്പോഴും അരക്കണതിൻ്റെ ഒരു 3 ഇരട്ടി നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അരച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. നന്നായിട്ട് അരച്ചിട്ട് ഇനി ഞാൻ വെള്ളം കൂട്ടുന്നില്ല കേട്ടോ. കാരണം വെള്ളം ഇനി അധികം ആയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം കൂട്ടുന്നില്ല. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ വടിച്ചൊക്കെ അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. വെള്ളം കൂട്ടി ഇനി കൊളാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരയണം എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊന്തിയില്ലെങ്കിലോ എന്നുള്ള ഇതിനകത്താണ്. അപ്പോൾ വേറെ ഒന്നും നമ്മളിത് ചേർത്തിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഈ കണ്ട സാധനങ്ങൾ മാത്രമായിരിക്കും. ചോറും അതുപോലെ തന്നെ തേങ്ങയും ഇത്രയും സാധനം ചേർത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്തായാലും ഞാൻ കൈ കൊണ്ട് ഇടുന്നില്ല, സ്പൂൺ. എനിക്ക് കൈ കൊണ്ടിടുന്നത് ഭയങ്കര മടിയാണ്, സ്പൂൺ കൊണ്ടിടാം. അപ്പോൾ നന്നായിട്ട് ഞാൻ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്പൂണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അന്തത് കെടുക്ക, അത് തേങ്ങേൻ്റെ എന്തോ ആയിരുന്നു കേട്ടോ, ഒന്നുമല്ല. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. എവിടെ നിന്നോ നിഴലൊക്കെ അടിക്കുന്നുണ്ട് ഇതിൽ. നോക്കട്ടെ, കുറച്ചും കൊണ്ട് മാറ്റി വെക്കാം.
അയ്യോ അയ്യോ ഏത് ഭാഗത്തുനിന്നാ. അപ്പോൾ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കുന്നുണ്ട്. ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് മൂടി ഇവിടെ വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. വെച്ചിട്ടുണ്ട്. ഇനി മൂടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് രാവിലെയാണ് അല്ലേ. ഇനി ഇത് വിജയിക്കോ എന്താണെന്നൊക്കെ നോക്കലൊക്കെ രാവിലെ. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ വരുമോന്നാണ് ഈ വിജയിക്കുമോ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ലെങ്കിൽ പിന്നെ പണിപാളി. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പോലെ അപ്പം രാവിലെ എന്താ കടി അപ്പം അങ്ങനെയാവും. ഇനി ഒരു രാത്രി ഫുള്ളായിട്ട് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലേ, രാവിലെ തന്നെ എഴുന്നേറ്റ് വരാനായിട്ട് പിന്നെ എന്ത് ചെയ്തേ. അതാണല്ലോ നമ്മളെ പ്രാർത്ഥന അല്ലേ. അതിശ്രാ ഭഗവാൻ രാവിലെ നമുക്ക് സമ്മാനിച്ചതിന് നന്ദി അല്ലേ, ഒരു പ്രഭാതം കൂടി സമ്മാനിച്ചതിന് നന്ദി അല്ലേ. അതെ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ വെള്ളം കുറച്ച് കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ പരിപാടിയുണ്ട്. രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കണം എന്നാണ്. അപ്പോൾ എല്ലാവരും കുടിക്കുന്നുണ്ടാവില്ല, ഞാൻ കുടിക്കട്ടെ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് മോക്കെ വന്ന് അങ്ങനെ വീർത്ത് കെട്ടിയിരിപ്പുണ്ടാവും. ഇന്നലെ അർജൻറ്റീനേൻ്റെ കളിയായിരുന്നു കേട്ടോ. ഇന്നലെ ആ ദിവസമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം കുറച്ച് നേരം ഇങ്ങനെ കളിയെ കണ്ടിരുന്നു. ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. ചേട്ടനോട് അംഗം പിടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കളി കണ്ടാവും. ചേട്ടൻ അർജൻറ്റീന ഫാനാണ്, ഞങ്ങൾ ബ്രസീലിൻ്റെ ടീമാണ്. അപ്പം ചുമ്മാ അങ്ങനെ അവർ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാ. അപ്പം അപ്പോൾ ബ്രസീലിൻ്റെ ടീമായതുകൊണ്ട് ഞാനും ബ്രസീലായി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നെയ്മറിനെ ഭയങ്കര ഇഷ്ടമായിട്ടാ. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കണ്ടതാണ്. അപ്പം നോക്കുമ്പോൾ അർജൻറ്റീന പൊട്ടിയുമില്ല. അവരൊന്ന് കൂക്കി വിളിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ അവർ ജയിച്ചു. പോട്ടെ ഒന്നും പോട്ടെ അല്ലേ. അപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്നലെ വെച്ചൊരു സാധനം ഉണ്ടല്ലോ, എന്താ അതിങ്ങ് എടുക്കുകയാണേ. ഞാനിത് എന്തായി എന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതാ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥയെന്നൊക്കെ നോക്കട്ടെ, തുറന്ന് നോക്കട്ടെ. ആദ്യം തന്നെ നിങ്ങളെ മുന്നിൽ തന്നെ തുറക്കാം. എന്താണ് ഇന്നലെ പൂട്ടിയൊക്കെ വെച്ചതാണ്. അപ്പോൾ എന്തായി എന്നൊന്ന് നോക്കട്ടെ. ഒന്നുണ്ടേ, ഇതാ പൊന്തിയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല അല്ലേ. പൊന്തിയ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പൊന്തിയ പോലെ ഉണ്ട്. ഞാനൊന്ന് കയ്യിലെടുത്താലേ മനസ്സിലാവും. സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒന്ന് ഇട്ട് നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് പൊന്തിയ പോലെ ഉണ്ട്. ഇതാ നോക്കിയേ, പൊന്തിയിട്ടുണ്ട് കേട്ടാ. ഇതാ പൊന്തിയിട്ടുണ്ട്. സംഭവം എന്തായാലും അരച്ച് വെച്ച പോലെയല്ല, കുറച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എന്താ ഏകദേശം ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നു എനിക്ക്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നും കൂട്ടാണ്ട് നമ്മൾ ഇന്നലെ കണ്ട പോലെ ചോറും അരിയും ഇത് വരച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് അവർ ഒരു ലേശം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മതി എന്ന് അവർ പറയുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളെ താല്പര്യത്തിനനുസരിച്ചാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം നമ്മൾ സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ലേശം നമുക്കൊരു പേരിന് നമുക്ക് എത്ര ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഇട്ടിരിക്കട്ടെ കേട്ടോ. നമ്മൾ ആ ചൂടോടെ ചൂടാനാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി. കണ്ട ഇപ്പം തന്നെ കണ്ട ഇത് ഇപ്പം സോഡാപ്പൊടി ഇടുന്നതിന് അപ്പക്കാരിടുന്നതിന് മുൻപേ ഉള്ള ഒരു ഇതാണ് കേട്ടോ. നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്നറിയില്ല, പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, പൊന്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സത്യം മാത്രമേ പറയുള്ളൂ കേട്ടോ. എന്തെങ്കിലും പ്രശ്നം അതുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് തന്നെ പറയും. അങ്ങനെ ഒരു ഒളിച്ചു വെക്കണ പരിപാടിയൊന്നും എനിക്കില്ല. അപ്പം ഇതിപ്പോൾ ഞാൻ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചതിലും നന്നായിട്ട് തന്നെ അങ്ങോട്ട് പൊന്തിയിട്ടുണ്ട്. ഒരുപാട് പൊന്തിയെന്നല്ല, നമ്മളൊന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ, എന്നാലും അത്യാവശ്യം മോശമില്ലാണ്ട് പൊന്തിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഇളക്കിയിട്ട് ഒരു ലേശൊരു ചെറിയൊരു സോഫ്റ്റ് കൂടി കിട്ടട്ടെ, അതിരിക്കട്ടെ അല്ലേ. 1.5 മണിക്കൂർ കൂടി മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് എന്നോട് പിണങ്ങി കിടക്കണ ഒരാൾ ഇതാ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതാരാണെന്ന് ഞാൻ കാണിച്ചു തരേ. ഇതാ ഒരു മുണ്ട് ഇവിടെ കൊണ്ടുവന്ന് അലക്കാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഇതാ കിടക്കരുത് കേട്ടാ. കുറേ ദിവസമായിട്ട് ഈ ചങ്ങായി ഇങ്ങോട്ട് വരുത്തില്ല. ഞാനില്ലേ അടുത്തേ കൂടിയൊക്കെ പോകുമ്പോൾ ഞാൻ വിളിക്കൂട്ടാടാ, ഒന്നും ഇങ്ങോട്ട് വാടാ, നന്ദിയില്ല ഇവര് കയറി വാടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മൈൻഡ് ആക്കാണ്ട് പോകുമായിരുന്നു കേട്ടാ. ഇപ്പം ഇവിടെ വന്ന് കിടക്കുകയാണ് കേട്ടാ. നേരം വെളുത്തപ്പെണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ തുണിയിലൊക്കെ വന്നിട്ട് ഇവിടെ കിടക്കുന്നുട്ടാ. ഇത് അയൽവക്കത്തെ പൂച്ചയാണ്, നമ്മളെ അയൽവക്കക്കാരനാണ്. അയൽവക്കക്കാരന് ഇത്തിരി ചായ്വാണ് എന്നോട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചായ്വ് പോയി കിടക്കരുത്. കുറച്ച് ദിവസമായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. കിടന്നുറങ്ങും, മഴയല്ലേ ഇതണ്ട. എനിക്കെന്താണെന്നറിയില്ല കേട്ടോ. എനിക്ക് ഈ വക സാധനങ്ങളോടൊക്കെ ഇല്ലേ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ഒരു പൂച്ച പോയതിന് ശേഷം ഞാൻ പിന്നെ അത് നിർത്തിയതാണ്, പൂച്ചനെ പോറ്റൽ. എനിക്ക് വയ്യ, കാരണം ഇറ്റകളൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അയ്യോ ചവിട്ടി കളയും നോക്ക്. ഇവനില്ലേ ഉറങ്ങാൻ വേണ്ടി മാത്രം വന്നതാന്ന് തോന്നുന്നു കേട്ടോ ഇന്നിങ്ങോട്ട്. അല്ലാണ്ട് എന്നെ കാണാൻ വന്നതല്ല, ഉറങ്ങണം. അതിനാണ് കുടുംബത്തിൽ സ്ഥലമില്ലടാ. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങണം.
അപ്പോൾ ഇനി അത് മാത്രം പോരല്ലേ, അതെന്തായാലും അരമണിക്കൂർ ഞാനവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറീൻ്റെ പരിപാടി നോക്കണ്ടേ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഇവന് ചിലപ്പോൾ ഇത് ദോശയായിട്ട് ചുട്ടെടുത്താലും ചിലപ്പോൾ തേങ്ങാപ്പാലിന് വെക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ആരാ? എൻ്റെ മകന്. പക്ഷേ എൻ്റെ ഭർത്താവിന് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേശം ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ചെമ്മീൻ ഉള്ളി വെച്ചിട്ടുണ്ടെന്ന്. ചെമ്മീൻ ഉള്ളിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടാ, ഫ്രീസറിൽ വെച്ചോണ്ട് ഐസ് പിടിച്ചിരിക്കുകയാണ്. ഇത് വെള്ളം ഒഴിച്ചിട്ടെ. ഇത് ഞങ്ങളന്ന് മലയിട്ടൊക്കെ കഴിഞ്ഞ ആ സമയത്ത് എടുത്ത് വെച്ചിട്ട് നുള്ളി ഇങ്ങനെ കുറച്ച് എടുത്ത് നുള്ളിയിട്ടൊക്കെ വെക്കും കേട്ടോ. ഇതിലിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്ന് മുബീനെ പറഞ്ഞെന്ന് അറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ അന്ന് എന്തൊക്കെയോ കമൻറ്റ്, ഞാൻ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ച് വെച്ചാൽ മീനൊന്നും ആവില്ല എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ വെച്ചതാട്ടാ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണോ. ചെമ്മീത്തിൻ്റെ ഐസ് പോണത് വരെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ചെമ്മീൻ പെട്ടെന്നൊന്നും ഐസ് പോകുന്നില്ല, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം നന്ദോന് സ്കൂളിൽ പോകാനായിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് തിരക്കുമാണ്. അപ്പോൾ ഇത്തിരി തേങ്ങാപ്പാൽ വേഗം പിഴിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. അവന് പിന്നെ അങ്ങനെയൊക്കെ കൊടുത്തിരുമ്പോൾ അതിൽ സെറ്റാവും. അപ്പം തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്, അതിവിടെ മാറ്റി വെക്കണം. അപ്പോൾ അടുത്ത സീനിലൊന്നും ഓൺ വോയിസ് ഇല്ല, എന്തായാലും വോയിസ് ഓവറാണ്. കാരണം നല്ല മഴയട്ട പുറത്ത്. അപ്പോൾ ഒരു രക്ഷയില്ല. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. മുകളിൽ ഞങ്ങൾക്ക് ഷീറ്റും കൂടി ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ട് നല്ല ഡബിളായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഒരു അരമണിക്കൂർ വെക്കാൻ വേണ്ടി എനിക്ക് സമയം കിട്ടിയിട്ടില്ല. കാരണം മോന് സ്കൂളിൽ പോകേണ്ട തിരക്കായല്ലോ. അതുകൊണ്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതാ നമ്മളെ നന്നായിട്ട് പൊന്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ആ സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈ സാധനം കുറച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നല്ല പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈസ്റ്റോ കാര്യം ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. സാധാ നോർമൽ ദോശ കേട്ടോ. നമ്മൾ രാവിലെയൊക്കെ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് തന്നെ ഏറ്റവും നല്ലതല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അരക്കുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈസ്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു ദോശനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നല്ല ബബിൾസ് എല്ലാം വന്ന് നല്ല ഓൾസ് എല്ലാം വന്നിട്ട് നല്ലൊരു ദോശ കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ദോശ. എനിക്ക് ഭയങ്കരമായിട്ടൊരു നമുക്കൊരു ഇത് വരുമല്ലോ, താല്പര്യം വരുമല്ലോ. രാവിലെയൊക്കെ നമുക്കിങ്ങനെ വിജയിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. അപ്പം ഞാൻ എന്താ ദോശയായിട്ട് ചുട്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ ദോശയാണിത്. ഫസ്റ്റത്തെ നമുക്ക് എപ്പോഴും ഒരു പരാജയമാണല്ലോ. പക്ഷേ ഇതിപ്പോൾ കണ്ട നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി അങ്ങോട്ട് ചുടുമ്പോൾ നന്നായിട്ട് വരുമെന്ന്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്നറിയില്ല, നല്ല സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ. നല്ലൊരു ദോശ. ഇതിപ്പോൾ ചൂടോടെ ആയിട്ടാണ് കുറച്ചും കൂടി ഇതായി കഴിയുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ചടചടേ ദോശ അങ്ങനെ ചുട്ട് വെച്ച്. അപ്പം നന്ദുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, നന്ദുവിനിപ്പോൾ വട്ടത്തിലുള്ള പരന്നിട്ടുള്ള എന്ത് കണ്ടാലും നന്ദു ആ ദോശയാണെന്ന് പറയുള്ളൂ കേട്ടോ. അതിന് സ്പോഞ്ച് പോലെയാണോ അതൊന്നും അവൻ നോക്കില്ല. അവൻ ആകൃതി മാത്രമേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് അവനെ പറ്റിക്കാൻ വേണ്ടി ഞാനിതാ വെള്ളയപ്പച്ചട്ടിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് വെള്ളയപ്പമായി, ഞങ്ങൾക്ക് ദോശയായി. അതുപോലെ നന്ദുവിന് പറഞ്ഞ പോലെ ആ ആകൃതി കണ്ടു കഴിഞ്ഞാൽ നന്ദു വെള്ളയപ്പം എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ വെള്ളയപ്പത്തിന് നന്ദുവിന് എവിടെ പോയാലും കുറുമക്കറിയോ കാര്യമോ ഒന്നും പറ്റില്ല, ചിക്കൻ കറിയോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. തേങ്ങാപ്പാൽ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചത്. അപ്പോൾ ദാ ഇത് ഇങ്ങോട്ട് ചുട്ട് വെച്ചിട്ടുണ്ട്. വെള്ളയപ്പവും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് കൂട്ടണ കാര്യം പറയുന്നുണ്ട് ഞാൻ പിന്നെ വലിയ താല്പര്യം കാണിക്കാറില്ല കേട്ടോ വെള്ളയപ്പത്തിനൊന്നും. കാരണം എനിക്കതിനോട് താല്പര്യം ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും താല്പര്യം ഇല്ലാത്തൊരു പരിപാടിയാണ്. ഇപ്പോൾ ദാ ഞാൻ എത്രത്തോളം സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ മോനിതാ വെള്ളയപ്പത്തിന് തേങ്ങാപ്പാൽ, നന്ദുവിന് മാത്രമായിട്ട് ഞാൻ വെള്ളയപ്പം ചുട്ടെടുത്തിട്ടാണ്. ബാക്കി ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ചുട്ട്. അപ്പം നന്ദു കഴിച്ചിട്ട് സ്കൂളിൽ പോയി. അപ്പോൾ ലാസ്റ്റ് ഇതാ ചെമ്മീക്കറിയാണ് ഞാൻ വെച്ചത് കേട്ടോ. നമ്മളെ ചെമ്മീൻ ഉണ്ടായിരുന്നല്ലോ, അതിനെ ഞാൻ മെല്ലെ വിടിച്ചൊക്കെ എടുത്ത് നല്ലൊരു ചെമ്മീക്കറി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ദോശയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറി നല്ല രസം ഉണ്ടായേനെ കേട്ടോ. പക്ഷേ എങ്കിലും ചിക്കൻ ഞങ്ങൾ വാങ്ങിയിട്ടില്ല, ഈ ചെമ്മീൻ എടുത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാ അപ്പോൾ നല്ല ചാറിലൊക്കെ കുതിർത്തി കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും കൊതിയായി. ഞാനും പോയിട്ട് ലാസ്റ്റത്തെ തന്നെ ഇഷ്ടംപോലെ ചെമ്മീനും എല്ലാവരും കഴിച്ചതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ചട്ടി പിടിക്കൽ നമുക്ക് പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ എല്ലാ ചെമ്മീനും എല്ലാം കൂടി ഒഴിച്ചിട്ട് ആ ദോശയിൽ അങ്ങോട്ട് പൊതർത്തി അങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ, വാ നല്ല ടേസ്റ്റാട്ടാ. എല്ലാവരും രാവിലെ ചെമ്മീനൊക്കെ കറിയും മീൻ കറിയൊക്കെ ദോശക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്നറിയില്ല. ചില നാടുകളിൽ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. നല്ല അയിലക്കറി, മത്തിക്കറി അങ്ങനെയൊക്കെ ചെമ്മീക്കറിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം പോകട്ടെ, ഞങ്ങൾക്ക് ഡീസലും പെട്രോളും എന്ന് പറഞ്ഞ പോലെ എല്ലാം പോകുന്ന സൈസാണ്. അതുകൊണ്ട് ലാസ്റ്റത്തെ ഞാൻ നല്ല ടേസ്റ്റ് കണ്ടപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ കറിയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല സ്വാദുണ്ട്. അപ്പം ഞാൻ പ്ലാൻ അങ്ങ് മാറ്റിയിട്ട് 2 ദോശ ഞാൻ കറിയും കൂട്ടി വെച്ചടിച്ചിട്ടുണ്ട്, ബാക്കി തേങ്ങാപ്പാലും കൂട്ടി അടിച്ചിട്ടുണ്ട്.
അങ്ങനെ ഇതാ ഇനി ഒന്നും നോക്കാനില്ല, പുതിർത്തി അങ്ങോട്ട് അടിച്ചു. പക്ഷെ എനിക്ക് സ്വാദ് കൂടുതലായിട്ട് തോന്നിയത് ഈ ഒരു സംഭവം കേട്ടോ, ചെമ്മീൻ കറിയും നമ്മളെ ദോശയും. അതൊരു രസം തന്നെയാട്ടാ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു വീഡിയോ. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ആക്കാം ശരിക്കും ഇത്, പക്ഷേ ഞാൻ കുറച്ച് ലെങ്തി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ കണ്ടിരിക്കുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.